ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിയോളജിക്കൽ തിയറീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡിയോളജിക്കൽ തിയറീസ്? അതായത് ഡിയോളജിക്കൽ തിയറീസ് സ്റ്റേറ്റ് ദ ആക്ഷൻ ആർ മോഡൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ കോൺസിക്വൻസസ്. In other words, this ethical theory focuses on certain fundamental duties that people have human being. അതായത് ആഫ്റ്റർ എഫക്റ്റ് അത് ശരിയാണോ തെറ്റാണോ എന്ന്, അതായത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന്, അതിൻ്റെ സീക്വൻസസ് ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങളൊന്നും നോക്കണ്ടോ. ഓരോ മനുഷ്യർക്കും ഓരോ ഡ്യൂട്ടീസ്, ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഫഷൻ ആവട്ടെ എന്താവട്ടെ, അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടീസ് പ്രൊഫഷണൽ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അത് ആഫ്റ്റർ എഫക്ട്സ് അത് ശരിയോ തെറ്റോ ഒന്നും നോക്കണ്ട, അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്നത് അതിന് പറയുന്നതാണ് ഇത് തിയോളജിക്കൽ തിയറീസ് എന്നാണ്. അത് അയാൾ ചെയ്യുന്നത് അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗം, അത് ശരിയാണോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അത് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം അയാളത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അത് ചെയ്യണതാണ്. The rightness of act derived from the feature of action itself. Teo is a Greek means duty. ഡ്യൂട്ടി എന്നാണ് ഇതിൻ്റെ ഗ്രീക്ക് വേർഡ് എന്നാണ്. ഡിയോളജിക്കൽ തിയറി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓർ ഡ്യൂട്ടി. ഓരോ വ്യക്തിയുടെയും പെർഫോമൻസ്, ഓരോ വ്യക്തി ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഇതിലനുസരിച്ച് ഇരിക്കും എന്തെന്നാണ് ഡിയോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. അവർ ആക്ഷൻ ബിക്കേം മോറലി റൈറ്റ് വെൻ വി ആക്ട് ഔട്ട് ഓഫ് ഡ്യൂട്ടി. അത് എന്ത് ചെയ്യുകയാണെങ്കിലും അത് മൊറാലിറ്റിയിൽ റൈറ്റ് ആയിരിക്കും. ആ വ്യക്തി ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്ത് അദ്ദേഹം ചെയ്യുന്നോ ആ കാര്യം അദ്ദേഹം റൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അതിൽ കാൻഡനിസം, അതായത് ഇറ്റ്സ് എ ഡിയോളജിക്കൽ തിയറി ബേസ്ഡ് ഓൺ വൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി. അതായത് കാൻഡനിസം എന്ന് പറഞ്ഞതാണ് ഒരു ഇത്. അത് പുതിയൊരു ഡിയോളജിക്കൽ ബേസ്ഡ് തന്നെയാണ്. കാന്റ് എന്നാണ് ഫിലോസഫറാണ് കാൻഡനിസം എന്നത് ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത്. അദ്ദേഹം പറയുന്നത് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് നോട്ട് ഫോം എനി അതർ പേർപ്പസ്. അത് ഡ്യൂട്ടിയുടെ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്, മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കരുത്, പേഴ്സണൽ അങ്ങനെ ഒന്നും വെക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച് അങ്ങനെ ഒന്നും വെക്കരുത്. നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത്. അക്കോർഡിംഗ് കിങ്, എത്തിക്സ് ബേസ്ഡ് ഓൺ റീസൺ അലോൺ ആൻഡ് നോട്ട് ആസ് എ ഹ്യൂമൻ നേച്ചർ. അതായത് നമ്മൾ എന്താണ് പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ആ ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമായിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് വേറെ രീതിയിൽ ഹ്യൂമൻ നേച്ചറൊന്നും ഇതിൽ കൺസിഡർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആസ് പെർ ദിസ് തിയറി, ടെല്ലിംഗ് ട്രൂത്ത് ഓൾവേസ് റൈറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഈവൻ ഇഫ് means to produce some unfavorable result. Hence, telling lie on the contrary is always wrong as per this ethics. ഡിയോളജിക്കൽ തിയറി പ്രകാരം പറയുന്നത് നമ്മൾ എന്ത് കാര്യം സത്യസന്ധമായിട്ട് സംസാരിക്കണമെന്നാണ്. നമ്മൾ എന്ത് കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്, റൈറ്റ് തിങ്ങായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന്. സത്യം മാത്രമാണ് ഇതിൽ പറയാൻ പാടുള്ളൂ. അത് ഡ്യൂട്ടിയുടെ ഭാഗമായാലും എന്തിൻ്റെ ഭാഗമായാലും നമ്മൾ ടെലിയോളജിക്കൽ തിയറി പറയണത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ നോണയും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അതൊരു മൊറാലിറ്റിയുടെ ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയണത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി ക്യാൻസർ ഉള്ളൊരു വ്യക്തി, ആ വ്യക്തി 4th സ്റ്റേജിലാണ്. അത് പറയാൻ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് എന്തെന്നാണത് അറ്റാക്ക് ഉണ്ടെന്ന് പറയണത്. അപ്പോൾ തിയോളജിക്കൽ തിയറി പ്രകാരം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അയാൾ പ്രൊഫഷണൽ ഭാഗമായിട്ട് അദ്ദേഹം അത് നുണയായിട്ട് മറച്ചു വയ്ക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കാനില്ല എന്ന് അദ്ദേഹം പറയണം. അത് മൊറാലിറ്റി റൈറ്റ് ആണെന്നാണ് തിയോളജിക്കൽ പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡിയോളജിക്കൽ തിയറിയിൽ പറയുന്നത് തെറ്റാണ്. ഉള്ള കാര്യം തുറന്ന് പറയണം എന്നാണ്, സത്യമായിട്ടുള്ള തുറന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ. അല്ലാതെ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് വന്നു, അയാൾ എന്തെങ്കിലും ഒന്നെങ്കിൽ അസുഖം കൂടി അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുക എന്ത് ചെയ്താലും കുഴപ്പമില്ല, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ആ കാര്യം പറഞ്ഞത്. അതാണ് എന്തെന്ന് ഡിയോളജിക്കലും ടെക്നോളജിക്കലും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ നമ്മൾ പറയാൻ പാടില്ല, ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഡിയോളജിക്കൽ തിയറി പ്രകാരം നമ്മൾ സത്യം മാത്രമാണ് പറയാൻ പാടുള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിൽ വരുന്ന പരിണാമഫലങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡിയോളജിക്കൽ തിയറിയിൽ പറയുന്നത്. ഇനി ബിസിനസ് എത്തിക്സ് എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് ബിസിനസ് എത്തിക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
അതായത് business in what is ethical on business or one place may be unethical in other business. Business ethics is nothing but the application of ethics in business. അതായത് എത്തിക്സ് മൊറാലിറ്റീസ് എന്താണോ അത് എന്താണോ റൈറ്റ് അല്ലെങ്കിൽ റോങ് എന്നുള്ളത് ബിസിനസ്സിൽ എത്തിക്കൽ രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. It's not nothing but application ethics business. It attempt to determine what people ought to do or what goals they should be pursues. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അതിൽ ചെയ്യുക. അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ റൈറ്റ് എന്താണോ റോങ് എന്നുള്ളത് അപ്ലൈ ചെയ്യും. Business ethics is a branch of applied ethics. It study and determination of what is right and good in business ethics. എന്താണ് ശരി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ആ ബിസിനസ് ശരിയായിട്ട് പോവുള്ളൂ, എന്തൊക്കെ അതാ ശരിയായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ശരിയുള്ളതിനെയാണ് എന്തെന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. Understand moral issues that raise business practice, institution and decision making and their relation to generalized human values. If ബിസിനസ് മാൻ ഈസ് ടേക്കിംഗ് അൺഎത്തിക്കൽ ആക്ഷൻസ്, ഒരു ബിസിനസ് മാന് എന്തെങ്കിലും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് എടുക്കുകയാണ്, ഹി ഈസ് ലൂസ്ലി ക്രെഡിബിലിറ്റി ആൻഡ് ബിസിനസ് വിൽ സഫർ. അവിടുത്തെ ക്രെഡിബിലിറ്റി, അവരുടെ ആ സ്ഥാനം, ആ ബിസിനസ് എന്നുള്ള സ്ഥാനം എന്താണ് ഒഴിഞ്ഞു പോകേണ്ടി തന്നെ വരും. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു നല്ല സ്ഥാപനമാണെങ്കിൽ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല രീതിയിൽ പോവുകയാണ് ആ സ്ഥാപനം. അവരെന്തെങ്കിലും അൺഎത്തിക്കലായിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുപോലെ ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തകിടം മറിയുകയും ചെയ്യും. Business ethics, application of general ethic ideas, business behavior. Ethical business behavior facilitate, promote good society, improve profitability, foster business relation, employ productivity, reduce criminal penalty from public authority and regulator, protect business against unsafe employees and committee, protect employee from harmful action by the employer, and how people in business act consider with their personal ethic belief. അതായത് ഒരു ബിസിനസ് എത്തിക്കലായിട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും, എംപ്ലോയീസ് നല്ല രീതിയിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, അതോടെ പ്രൊഡക്ടിവിറ്റി കൂടും, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, അതുപോലെ അവിടുത്തെ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എന്താ പറയുക എത്തിക്കൽ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, മോറൽ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുകയാണെങ്കിൽ, അതായത് എത്തിക്കൽ രീതിയിലാണ് ആ ബിസിനസ് പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ എന്താ ഉണ്ടാവുക, ബിസിനസ് സക്സസ് ആവുക, ഓർഗനൈസേഷൻ എന്താണ് വളരെയധികം സക്സസ്ഫുള്ളി ആയിട്ട് തന്നെയാണ് മൂവ് ചെയ്യുക ഉണ്ടാവുക. അതേപോലെ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞത് വേരിയസ് തിങ്സ് ടു വേരിയസ് പീപ്പിൾസ്, ഓരോ വ്യക്തികൾക്കും ഓരോ മീനിങ് ആണ്. അപ്പോൾ ജനറലി ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ വർക്ക് പ്ലേസ് ആർ ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്. എന്താണോ ആ വർക്ക് പ്ലേസിൽ എന്താണോ ശരി എന്താണോ തെറ്റ് എന്ന് ചെയ്യാൻ അവർക്ക് വ്യക്തിക്ക് അറിയായിരിക്കും. ദിസ് റിഗാർഡ് എഫക്ട് പ്രൊഡക്ട്സ് ഓഫ് സർവേ റിലേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെയാണോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടത് എന്നും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഓരോ കോളേജിനായാലും ഓരോ എത്തിക്കൽ വാല്യൂസ് ഉണ്ട്, ഓരോ സ്ഥാപനത്തിനും ഓരോ എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പ്രവർത്തിച്ചാൽ അവിടെ എന്താ ഉണ്ടാവുക, ഓർഗനൈസേഷന് നമുക്ക് പറഞ്ഞ രീതിക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആൻഡ്രൂ ക്രെയിൻ എന്ന് പറഞ്ഞത് ബിസിനസ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ വെർ ഇഷ്യൂസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്സ് ആർ അഡ്രസ്ഡ്. കുറേ ഡെഫിനേഷൻസ് ഉണ്ട് ബിസിനസ്സിൻ്റെ എന്താണ്. അപ്പോൾ എന്താണ് ബിസിനസ് സിറ്റുവേഷനിൽ റൈറ്റ് തിങ് എന്താണോ കറക്റ്റായിട്ടുള്ളത് അതനുസരിച്ചിട്ട് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുക, റൈറ്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളത് നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് എന്തെന്നുള്ളത് ആൻഡ്രൂ ക്രെയിൻ പറയുന്നത്. കുറേ ഡെഫിനേഷൻസ് അദ്ദേഹം കുറേ വ്യക്തികൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻസ് പഠിക്കാം. ഇനി നമുക്കതിൻ്റെ സ്കോപ്പ്, ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ് പഠിക്കാം. ഇനി സ്കോപ്പാണ് പറയാനുള്ളത്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇൻ കംപ്ലയിൻസ്. എത്തിക്സിൻ്റെ കംപ്ലയിൻസ് എന്തൊക്കെയാണ്? ബിസിനസ് എത്തിക് പ്ലേസ് ആൻ എഫിഷ്യൻറ്റ് റോൾ ഇൻ കംപ്ലയിൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി വിത്ത് ലീഗൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ബിസിനസ് യൂണിറ്റ്സിന് കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതെപ്പോഴും എന്താണ്
അതവരെ മുറുക്കെ പിടിച്ചിരിക്കും. അതിലെന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതവർ മാറ്റി നിർത്തിയിട്ട് അത് റൂൾ പ്രകാരമായിരിക്കും അവരത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇറ്റ് എൻഷ്യൂർ ദാറ്റ് ബിസിനസ് അഡ്രസ് അറ്റ് ഓൾ എസ്റ്റാബ്ലിഷ് ലൂസ് ആൻഡ് എനി ഓഫ് ദ ഓപ്പറേഷൻ ഡു നോട്ട് ഗോ ടു അൺഫോളോ. അവർ എന്താ ചെയ്യുക, ആ ലോ പ്രകാരം തന്നെയായിരിക്കും റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന, അവരുടെ ലോ പ്രകാരം തന്നെയായിരിക്കും. അവരൊരിക്കലും അൺലോഫുള്ളായിട്ട് ഒരു ബിസിനസ് എത്തിക്സും ഒരു അൺലോഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. ഇറ്റ് റെഡ്യൂസ് എനി ചാൻസ് ഓഫ് ഫേസിങ് എനി അൺഫേവറബിൾ ആക്ഷൻ ബൈ അതോറിറ്റീസ് ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഇതുകൊണ്ട് എന്താ ഉണ്ടാവണത്, എത്തിക്കലായിട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവണത്, അൺഫേവറബിൾ ആയിട്ടുള്ള അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും ഒന്നും അനുകൂലമല്ലാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫൈനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. തെറ്റിപ്പോൾ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഫൈനും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണം. നേരെ മറിച്ച് ടാക്സൊക്കെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവണത്, അവർക്ക് അങ്ങനത്തെ ഫൈനോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട. അവർക്ക് അത് എന്താ പറയുക, മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അതാണ് എത്തിക്സ് ഇൻ കംപ്ലയിൻസ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ് HRM. എത്തിക്സ് ഹെൽപ്പ് ഇംപ്രൂവിങ് ദ എംപ്ലോയർ റിലേഷൻ, ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ബിസിനസ് അല്ലേ. ഒരു നല്ല എംപ്ലോയർ റിലേഷൻ ആണെങ്കിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റീസ്, അതായത് ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും അല്ലേ. എത്തിക്സ് റിലേറ്റ് ഹ്യൂമൻ ആർ ഇൻട്രൊഡ്യൂസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എത്തിക്സ് അതായത് HRMൻ്റെ എത്തിക്സ് കാര്യങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യണത് ആ ഓർഗനൈസേഷൻ്റെ HRM ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ ബിസിനസ്സാണ് അവർ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ഇവർ കുറച്ച് കാര്യങ്ങൾ എത്തിക്കലായിട്ട് ഇഷ്യൂസ് എംപ്ലോയീസിൻ്റെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പ്. അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അതിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഏതൊക്കെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. വേരിയസ് ഇഷ്യൂസ് കവർ ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ്, സെക്ഷൽ ഹരാസ്മെൻറ്റ്, എംപ്ലോയി പ്രൈവസി ഇഷ്യൂസ്, സാലറി ആൻഡ് വേജസ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അതായത് ഇപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഒന്നെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിലാവാം, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിലാവാം. അങ്ങനെ പല ബേസിലും നമ്മൾ എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ കാണിക്കും. സെക്ഷൽ ഹരാസ്മെൻറ്റ്, അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വേജസ് അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യണതാണ് HRMൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ ഓവർകം ചെയ്യുകയാണെങ്കിൽ എന്താണ്, എംപ്ലോയീസിന് അവിടെ എന്താണ് ഹാപ്പിയാണ്, അവരെ ജോലി ചെയ്യാൻ അവർക്ക് വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ ദിസ് ബൂംസ് ടു പെർഫോംസ് ആൻഡ് റിഡ്യൂസ് ദ റിസ്ക്. അപ്പോൾ ഓവറോൾ ആ ഓർഗനൈസേഷൻ ഓവറോൾ പെർഫോമൻസ് തന്നെ കൂടുകയും ചെയ്യും. ഇതിലൂടെ എന്താണ് റിസ്ക് കാര്യങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി എത്തിക്സ് ഇൻ ഫിനാൻസിൽ എത്തിക്സിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതായത് ഫിനാൻസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ് ആൻഡ് നീഡഡ് ഫോർ ഇറ്റ് സക്സസ്ഫുൾ ഓപ്പറേഷൻസ്. അതെ അല്ലേ, ഒരു ഓർഗനൈസേഷന് ഫിനാൻസാണ് അതിൻ്റെ നാടി തൂണെന്നൊക്കെ പറയില്ലേ. ഫിനാൻസ് ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷനും നല്ല സ്മൂത്തായിട്ട് നടക്കില്ല. അപ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് ഒരു ഫിനാൻഷ്യൽ ചെയ്യുന്ന സമയത്ത് ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് എന്തെന്നാണ് ഫിനാൻസ് എന്നാണ്. ഈ ഫിനാൻസിലും എത്തിക്കലായിട്ട് പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെയാണ് ആ ബിസിനസ് സക്സസ് ആവുള്ളൂ. പ്രോപ്പർലി മാനേജ് എവറി ബിസിനസ്, അതർവൈസ് ഇറ്റ് മെയിൻ അഡ്വൈസ് എഫക്ട്സ്. അതായത് ഫിനാൻസ് എപ്പോഴും പ്രോപ്പറായിട്ട് ഇവർ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്താലാണ് അത് ഏറ്റവും എഫക്റ്റീവ് ആവുള്ളൂ അല്ലേ. കൃത്യമായിട്ട് പൈസ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. എത്തിക്സ് എയിംസ് കൺട്രോളിങ് ആൻഡ് ഹാൻഡിൽ ഓൾ ഫിനാൻസ് ഇഷ്യൂ ഫേസ്ഡ് ബൈ കമ്പനീസ് ആണ്. ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ കുറേ കാര്യങ്ങൾ, അതായത് അൺഎത്തിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫിനാൻസിനെതിരായിട്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തിക്കൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ ഫിനാൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് വരുന്നത്, അക്കൗണ്ട് റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും ഇഷ്യൂസ് വരേണ്ടത്. ഇംപ്രോപ്പർ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിൽ കൃത്രിമം കാണിക്കുക, അതാണ് വിൻഡോ ഡ്രസ്സിങ്. അതായത് കുറേ അസറ്റ്സ് ഉണ്ട്, കുറേ എന്താ പറയുക നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് ഒരു കൃത്രിമത്വം കാണിക്കുന്നതിനെ പറയുന്നതാണ് വിൻഡോ ഡ്രസ്സിങ്. ഇൻസൈഡ് ട്രേഡിങ് അറിയില്ലേ, അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻഫോർമേഷൻസ് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് ഷെയർസ് വിൽക്കുക വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻസൈഡ് ട്രേഡിങ്. നമ്മുടെ സെബി ഇൻസൈഡ് ട്രേഡിങ്ങിനെ നിരോധിച്ചതാണെന്ന് ഉണ്ട്.
അതേപോലെ ഫേക്ക് റീഇൻവോൾവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്, അതായത് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, തെറ്റിദ്ധരിപ്പിക്കുക മറ്റുള്ളവർ. പിന്നെ ബില്ലിങ് ഓവറായിട്ട് ബില്ല് കാണിച്ചിട്ട് പൈസ അടിച്ചു മാറ്റുക. അതിൽ ബ്രിബറി എന്ന് പറഞ്ഞത് കൈക്കൂലി വാങ്ങുക. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞത് കമ്മീഷൻ അടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അവിടെയൊക്കെ എത്തിക്കൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫിനാൻസ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എത്തിക് ഇൻ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ അടുത്ത ഫിനാൻസ് പോലെ തന്നെ പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് മറ്റുള്ളത് കസ്റ്റമേഴ്സിനോട് ഒരു നീതി പുലർത്തിയിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ. എത്തിക്സ് ഇൻ ബിസിനസ് ഹെൽപ്പ് ഇൻ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഓവറോൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അതായത് എത്തിക്സാണ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഓവറോളായിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻഷ്യൂർ പ്രൊഡക്ഷൻ പ്രോസസ് ഡു നോട്ട് അഡ്വൈസ്ലി എഫക്ട് ദ ബിസിനസ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരിക്കലും ബിസിനസ്സിനെ നല്ല രീതിയിലായില്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യില്ല. ഇനി വേരിയസ് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് പ്രൊഡക്ഷനിൽ. ഒന്ന് കവേർഡ് ആർ ഡേഞ്ചറസ് പ്രോഡക്ട്സ്, അതായത് മായം ചേർക്കുക. എൻവയോൺമെൻറ്റൽ എത്തിക്സ് ആൻഡ് പൊല്യൂഷൻ ഇഷ്യൂസ്, സൊസൈറ്റിക്ക് പൊല്യൂഷൻ, അതായത് പുക, അങ്ങനത്തെ മലിനീകരണങ്ങളൊക്കെ ആക്കുക. ഇഷ്യൂസ് അറൗണ്ട് ന്യൂ ടെക്നോളജി ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് ഇഷ്യൂസ്, അതായത് പുതിയ ടെക്നോളജി വന്നിട്ട് സൊസൈറ്റീനെ ഇതാക്കുക. അതുപോലെ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എത്തിക് കൺട്രോൾ ദി ഇഷ്യൂസ് ആൻഡ് ഫോസ്റ്റ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഈ എത്തിക്കൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്തിട്ട് നല്ല എത്തിക്കൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസേഷന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. ഇറ്റ് മീൻ ത്രൂ വിച്ച് ഇംപ്രൂവ് സെയിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ബിസിനസ്. അതായത് മീൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയണത് മാർഗം എന്നാണ്. അപ്പോൾ ഈ മാർഗത്തിലൂടെ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാവുകയല്ലേ. മാർക്കറ്റിംഗ് കൂടുമ്പോഴല്ലേ, നല്ല മാർക്കറ്റിംഗ് ആകുമ്പോഴല്ലേ സെയിൽസും അതുപോലെ പ്രോഫിറ്റും നമ്മുടെ ഓർഗനൈസേഷന് ഉണ്ടാവുള്ളൂ. ഈ മാർക്കറ്റിംഗ് പ്രാക്ടീസ് ഷുഡ് ബി എത്തിക്കൽ ആൻഡ് ഷുഡ് ബി അവോയ്ഡ് ഇൻ അഡോപ്ഷൻ ഓഫ് അൺഫെയർ. ഒരു നല്ല രീതിയിൽ പോകണമെങ്കിൽ, അതൊരു എത്തിക്കൽ ഫോമിൽ പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അൺഫെയർ മീൻസ്, അതായത് തെറ്റായ മാർഗ്ഗങ്ങൾ മാറ്റിയാൽ തന്നെയാണ് മാർക്കറ്റിങ്ങിൽ ഫെയർ ആയിട്ടുള്ളത് പോകാൻ പറ്റുള്ളൂ. ഇത് എൻഷ്യൂർ ദാറ്റ് ഓൾ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആർ എങ്ങനെയാണ് എത്തിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക? എല്ലാ പ്രോഗ്രാംസും മോറൽ എത്തിക്സ് ആണ്. എത്തിക്സ് രീതിയിൽ എങ്ങനെയാണ് പോണത്? വേരിയസ് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ മാർക്കറ്റിലും. ഇതുപോലെ വേരിയസ് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പ്രൈസ് ഇഷ്യൂസ് ലൈക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ? അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ പല മാർക്കറ്റിലും പല പ്രൊഡക്ട്സിനും പല വിലകൾ, സെയിം പ്രൊഡക്ട്സിന് പല വിലകൾ പല മാർക്കറ്റുകളും കൊടുക്കുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞത് എന്താ? ഉയർന്ന വില ആദ്യം ഫസ്റ്റിലേ ഈടാക്കുക. അത് ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിങ്ങനെ പൈസ കാര്യങ്ങൾ കുറച്ചിട്ട് വരിക. ഇതാണ് എന്തെന്നാണത് സ്കിമ്മിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് തെറ്റിദ്ധാരണമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുക. ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത. ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ്, അതായത് റിവെയിൽസിനെ, അതായത് കോമ്പറ്റേറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ റോങ് അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റിൽ തെറ്റായിട്ട് മറ്റു കണ്ടൻറ്റുകൾ ഇതാക്കുക. അതായത് പല തെറ്റായിട്ടുള്ള ഉപദേശം കാര്യങ്ങൾ തരിക, അതിലൂടെ നമുക്ക് ഇതാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അൺഎത്തിക്കൽ. അപ്പോൾ ഇതൊക്കെ മാറ്റണമെങ്കിൽ എന്താണ്, മാർക്കറ്റിലും എത്തിക്കലായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്താലാണ് നമ്മുടെ സെയിൽസും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ മാർക്കറ്റിങ്ങിലൂടെയും നമ്മൾ എത്തിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. അതാണ് എന്തെന്നാണ് എത്തിക്സ് ഇൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.